അപ്പോഴേ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി വെറൈറ്റി ഡിഷുമായിട്ടാണ്. അതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലാവാൻ ചാൻസ് ഒന്നും ഇല്ല. എന്തായാലും ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് എന്താണെന്നറിയാമോ? ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് 2 കൂന്തലും 1 ടൈഗർ പ്രോണുമാണ്. അപ്പോൾ ഈ 2 കൂന്തലും 1 ടൈഗർ പ്രോണും എനിക്ക് എവിടെ നിന്നാണ് കിട്ടിയെന്ന് വെച്ചാൽ, ഞാൻ ഞണ്ട് വാങ്ങിയില്ലേ, കഴിഞ്ഞ ദിവസം ഞണ്ട് വെച്ചല്ലോ, ആ ഞണ്ട് വാങ്ങാൻ പോയപ്പോൾ അത് വിൽക്കുന്ന ആ അമ്മ എനിക്ക് തന്നതാട്ടോ. ഇത് 2 എണ്ണമുള്ളൂ, ഇത് മോള് കൊണ്ടുപോക്കുമെന്നും പറഞ്ഞ് തന്നതാണ്. അപ്പോൾ തൊട്ട് ഞാൻ ആലോചിക്കുകയാണ് ഇത് രണ്ടും കൂടെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. അങ്ങനെ എൻ്റെ തലയിൽ ഉദിച്ച ഒരു ബുദ്ധിയിൽ ഞാൻ ചെയ്തതാണ് ഒരു മിക്സഡ് തോരൻ. അതായത് നമ്മുടെ കൂന്തലും പ്രോൺസും വെച്ചിട്ടുള്ള ഒരു തോരനാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനാദ്യം ഞാനൊരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ സവാള ഇട്ട് കൊടുത്തു. പിന്നെ അതിൻ്റെ പുറകെ കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി, ഒരു സ്പൂണൊക്കെ മതിയാവും. പിന്നെ ഒരു സ്പൂണോളം നമ്മുടെ ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി, പിന്നെ ഒരു പച്ചമുളക്, കുറച്ച് വേപ്പില, ഇത്രയും ഇട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അത് നന്നായിട്ട് വഴറ്റി വരുമ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ നമ്മളിട്ട് കൊടുക്കുന്ന ഒരു 1/4 ടീസ്പൂൺ ചതച്ച മുളകാണ് കേട്ടോ. മുളക് പൊടിയൊന്നും ഇടുന്നില്ല, എന്നാലും ഇതിന് നല്ല എരിവുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു ടൈഗർ പ്രോണും 2 കൂന്തലും ഉണ്ടല്ലോ, അത് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തു. എന്നിട്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ ഇതിനധികം വേവൊന്നുമില്ല കേട്ടോ. ഒരുപാടിട്ട് വേവിച്ചാൽ റബ്ബർ പോലെ ആവും, അതുകൊണ്ട് ഒത്തിരി ഇട്ട് വേവിക്കരുത്. ഇതും കൂടി ഇട്ടിട്ട് നമുക്ക് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ടൊരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി എടുത്തിട്ട് നന്നായിട്ട് അതൊന്ന് ആവി ആ ഒരു ഇതിൽ ഫ്രൈ പോലെ ആയി വരും. അപ്പോൾ നന്നായിട്ട് അതെല്ലാം കൂടെ ഒന്ന് മിക്സായി ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് തേങ്ങ ചിരണ്ടിയതിട്ട് കൊടുക്കാം. എന്നാലല്ലേ അതൊരു തോരൻ്റെ ആ ഒരു ഇതിലേക്ക് വരുള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ച് തേങ്ങ വെറുതെ ചിരണ്ടി ഇട്ട് കൊടുത്തതാണ് കേട്ടോ. അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി ഒന്ന് അതിൻ്റെ വെള്ളമൊക്കെ വറ്റി ഡ്രൈ ആയിട്ട് വരും. നല്ല അടിപൊളി ടേസ്റ്റാട്ടോ, ഒരു രക്ഷയില്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇങ്ങനെ. അവൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടിപൊളിയാണ്, എല്ലാവരും മസ്റ്റ് ട്രൈ ആണ്. ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ തോരൻ റെഡി.